ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമ്പനയിൽ കണ്ടു കാണും ഹെയർ സ്മൂത്തനിങ് അല്ലെങ്കിൽ സ്ട്രൈറ്റനിങ് ചെയ്തതിന് ശേഷം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വായിക്കത്തുന്നു പോയല്ലോ. ഓക്കെ, അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ സ്വയമായിട്ട് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് അതിന്റെ ഡൗട്ട്സ് എന്നുള്ള രീതിയിൽ കുറച്ചുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ ഞാൻ 2 വീഡിയോ മെയിൻ ആയിട്ടും സ്മൂത്തനിങ് വീട്ടിൽ തന്നെ ചെയ്യുന്നതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പിൻ ചെയ്തേക്കാം. അപ്പൊ അത് നിങ്ങൾ കണ്ടു നോക്കുക. എന്നിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞു പോവാം, അതായത് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് കാണണം, എങ്ങനെ ചെയ്തു എന്നുള്ളത് കാണാമെന്നുണ്ടെങ്കിൽ ആ വീഡിയോകൾ രണ്ടും പോയി നോക്കിക്കോളാം. അല്ലാണ്ട് എങ്ങനെ ചെയ്യണം എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഇത് കണ്ടാൽ അല്ലെങ്കിൽ ഇത് കേട്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് ഈ വീഡിയോയുടെ പ്രത്യേകത. അപ്പൊ ആദ്യം ഞാൻ സ്ട്രൈറ്റനിങ് ഞാൻ അങ്ങനെ പ്രൊമോട്ട് ചെയ്യാറില്ല. ഇപ്പൊ ആരും തന്നെ സ്ട്രൈറ്റനിങ് ചെയ്യാറില്ല. എല്ലാവരും സ്മൂത്തനിങ്ങോ അല്ലെങ്കിൽ പല പല ബോട്ടോക്സോ കെരാട്ടിനോ നാനോപ്ലാസ്റ്റിയോ ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോ ഞാൻ പറയുന്നത് സ്മൂത്തനിങ് അല്ലെങ്കിൽ ഒരു ഹെയർ ട്രീറ്റ്മെന്റ് നമ്മൾ എടുത്തതിന് ശേഷം എങ്ങനെ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർ കെയർ എന്ത് എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് എനിക്ക് തോന്നുന്നു ആരും തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാറില്ല. പക്ഷേ നിങ്ങൾ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം, അതായത് ഷാമ്പൂ കണ്ടീഷണർ ഒക്കെ നമ്മൾ ചെയ്ത സ്ഥലത്തുനിന്നോ അല്ലെങ്കിൽ നമ്മളോ തന്നെ വാങ്ങിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇത് യൂസ് ചെയ്തതിന് ശേഷം മുടി തന്നെ ഉണങ്ങുവാണ് പകുതി പേരുടെയും ചെയ്യുന്നത്. പക്ഷെ അങ്ങനല്ല ചെയ്യേണ്ടത്. നമ്മൾ എപ്പോഴും ഹെയർ ഡ്രയർ യൂസ് ചെയ്തിട്ട്, ചെറിയൊരു ചൂടാണെന്നുണ്ടെങ്കിൽ പോലും ഹെയർ ഡ്രയർ യൂസ് ചെയ്ത് തന്നെ നമ്മുടെ മുടി ഉണക്കണം. എങ്കിൽ മാത്രമാണ് ഇത് ലോങ് റണ്ണിലേക്ക്, അതായത് കുറച്ച് നാൾ നമ്മുടെ ഈ ഒരു ഹെയർ ട്രീറ്റ്മെന്റ് എടുത്തത് അത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കത്തുള്ളൂ. അല്ല ഇത് തന്നെ നമ്മൾ ഉണങ്ങാനായിട്ട് നമ്മൾ പണ്ടത്തെ പോലെ തന്നെ ഈ ഹെയർ ട്രീറ്റ്മെന്റിനൊക്കെ മുന്നേ നമ്മുടെ ഹെയർ കണ്ടീഷൻ അനുസരിച്ചിട്ട് നമ്മൾ അതുപോലെ തന്നെ ഉണങ്ങിക്കോട്ടെ, തന്നെ സമയമാകുമ്പോൾ ഉണങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിരുന്നാൽ മുടിക്ക് ചെറിയ ചെറിയ ബെൻഡൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് മേടിക്കേണ്ടത് ഒരു ഹെയർ ഡ്രയർ ആണ്. അത് മസ്റ്റ് ആണ്. നിങ്ങൾ ഹെയർ ഉണക്കുന്ന സമയത്ത്, ഇപ്പൊ എപ്പോഴും എല്ലാ ദിവസവും ഹെയർ വാഷും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഒന്നരാടം ആണെങ്കിലും അല്ലെങ്കിൽ ആഴ്ചയിൽ ട്വൈസ് ആണെന്നുണ്ടെങ്കിലും ഇതിന് ശേഷം നിങ്ങൾ മുടി ഉണക്കുമ്പോൾ ഡ്രയർ തന്നെ യൂസ് ചെയ്യാം. ഈവൻ തണുപ്പിട്ടിട്ടാണെന്നുണ്ടെങ്കിൽ പോലും ഹെയർ ഡ്രയർ യൂസ് ചെയ്ത് തന്നെ മുടി ഉണക്കുക എന്നുള്ളത് മസ്റ്റ് ആണ്. ഇതെനിക്ക് തോന്നുന്നു ആരും പറയില്ല, പക്ഷെ ഇത് ചെയ്താൽ മാത്രമേ ഇത് നിൽക്കുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം അറിയാമായിരിക്കുമല്ലോ, എല്ലാവരും തന്നെ ചെയ്യുന്നതാണ് ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യുക. അത് ഏതാണോ നമ്മൾ ചെയ്തത്, ഇപ്പൊ നിങ്ങൾ ഷോസ്കോഫിന്റെ യൂസ് ചെയ്തിട്ട് ചെയ്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ലോറിയൽ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർ, അതുപോലെ ബ്യൂട്ടി ഗാരേജ്, അങ്ങനെ പല പല സാധനങ്ങൾ യൂസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഈ ട്രീറ്റ്മെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ തന്നെ ആഫ്റ്റർ ആയിട്ടുള്ള ഏത് ഷാംപൂ ആണോ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ ലോറിയൽ യൂസ് ചെയ്തു, പക്ഷേ നിങ്ങൾക്ക് ഷോസ്കോഫിന്റെ ഷാംപൂ കണ്ടീഷണർ ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ട്രീറ്റ്മെന്റിന് നിങ്ങൾക്ക് കണ്ടിന്യൂ, അല്ലെങ്കിൽ ആഫ്റ്റർ കെയർ നിങ്ങൾക്ക് അങ്ങനെ കൊണ്ടുപോകാം. ഒരു പ്രശ്നവുമില്ല, അതിന് യാതൊരുവിധ വിഷയവുമില്ല. നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇനി ചെറിയ മൈൽഡ് ഷാംപൂസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്, അതും വലിയ പ്രശ്നമില്ല. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് അത് യൂസ് ചെയ്യാണ്ടിരിക്കുക. മൈൽഡ് ഷാംപൂസ് അല്ലെങ്കിൽ കണ്ടീഷണർ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് സ്ഥിരമായിട്ട് അത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിന് ഡാമേജ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. നമ്മുടെ കയ്യിലുള്ള സാധനം ഇപ്പോൾ ഒരു മാസത്തിൽ ഒരു 4 തവണ യൂസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു 8 തവണ അത് യൂസ് ചെയ്തു, വല്ലപ്പോഴും ഒക്കെ നമ്മുടെ നോർമൽ ഷാംപൂ പ്ലസ് കണ്ടീഷണർ ഒക്കെ യൂസ് ചെയ്താലും ഇറ്റ്സ് ഓക്കെ. പക്ഷെ സ്ഥിരമായിട്ട് അത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ ഡാമേജ് ആകുക തന്നെ. ഇനി അതായത് ഫ്രിസി ആകും, ഡ്രൈ ആകും, അങ്ങനെ. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഇനി ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഹെയർ കെട്ടിവെക്കുന്ന സമയത്ത് നമുക്ക് ബെൻഡ് വരും. പലർക്കും അങ്ങനെ കെട്ടിവെക്കുന്നതിന്റെ പാടൊക്കെ വരുന്നത്, ചിലർക്ക് അങ്ങനെ ഇഷ്ടമല്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആൾക്കാർക്ക്. അതെന്താ അങ്ങനെ വളവ് വരുന്നത് എന്നൊക്കെയുള്ള പ്രശ്നം ഉണ്ടാവും. പക്ഷെ ഞാൻ ഈ ആദ്യം പറഞ്ഞില്ലേ, ഹെയർ ഡ്രയർ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ മുടി ഉണക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നമേ വരത്തില്ല. എങ്ങനെയാണോ നമ്മൾ ഹെയർ കെയർ അല്ലെങ്കിൽ ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്ത സമയത്ത് ആഫ്റ്റർ വാഷ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹെയർ ഉണ്ടായിരുന്നത്, അതുപോലെ തന്നെയായിരിക്കും നമ്മൾ ഓരോ വാഷ് കഴിയുമ്പോൾ. നമ്മൾ ഷാംപൂ കണ്ടീഷണറും ഒക്കെ നോർമലായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് അതുപോലെ തന്നെ യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഹെയർ വാഷ് ചെയ്ത് ഡ്രയർ വെച്ചിട്ട് ഹെയർ ഉണക്കി കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ആദ്യം പോലെ തന്നെ ഇരിക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ടച്ചപ്പ് ചെയ്യുന്ന സമയത്ത്, അതായത് എന്റെ പോലത്തെ ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ടച്ചപ്പ് നമുക്ക് ഈ ഒരു ഏരിയ കഴിഞ്ഞിട്ട് ടച്ചപ്പ് ഒക്കെ ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ അങ്ങനെ അല്ല, ഭയങ്കരമായിട്ട് കേളി ഹെയർ ആയിരുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് എടുത്തിട്ട് അതിന്റെ ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യമേ, അതായത് ഇത്രയും വളരുന്നതിന് മുൻപ് തന്നെ ചെറിയ ടച്ചപ്പ് വരുന്ന കേസിൽ തന്നെ ചെയ്തു വിടുവാണെങ്കിൽ അതായിരിക്കും ബെസ്റ്റ് എന്ന് പറയുന്നത്. അല്ലാതെ മടി വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല കുറച്ച് ഇതാണ്.
അത് നോർമലായിട്ട് വരുന്ന സമയത്ത് തന്നെ, അതായത് നമുക്ക് വിസിബിൾ ആയി തുടങ്ങുന്ന ടൈമിൽ തന്നെ ഒന്ന് ടച്ച് ചെയ്ത് വിടുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി രണ്ടും രണ്ടായിട്ടിരിക്കുമ്പോൾ ഭയങ്കര മെനക്കേടായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഇനി അങ്ങനല്ല, നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നൈസായിട്ട് ഇത് നമ്മുടെ കണ്ടിട്ടില്ലേ കോംബ് ഡ്രയർ പോലത്തെ സാധനങ്ങളില്ലേ, അതൊക്കെ വെച്ചിട്ട് നമ്മുടെ മുടി ഉണക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് കോംബ് ചെയ്ത് വിടുവാണെങ്കിൽ അത് കുറച്ച് ബെറ്റർ ആയിട്ടിരിക്കും. അപ്പൊ അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും മടിയോ അല്ലെങ്കിൽ ചെയ്യാൻ താല്പര്യമൊക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ട് രീതിക്ക് ഇരിക്കാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് കോംബ് ഹെയർ ഡ്രയറോ അല്ലെങ്കിൽ കോംബ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈറ്റ്നറൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഷാമ്പു യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതുപോലെ ഏതിന്റെ ആണ് എന്നുള്ളത്, ഇപ്പൊ നമ്മൾ ലോറിയൽ യൂസ് ചെയ്യുന്ന സമയത്ത് ലോറിയലിന്റെ തന്നെ ഷാമ്പു പ്ലസ് കണ്ടീഷണർ യൂസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മൾ ഏതാണോ നമുക്ക് ഇഷ്ടമുള്ളത് അത് ഈ ട്രീറ്റ്മെന്റിന് ശേഷം നമ്മൾ ഹെയറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പ്രോബ്ലം ഇല്ലാണ്ട് തന്നെ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതും ചൂസ് ചെയ്യാവുന്നതാണ്. അതിലൊന്നും യാതൊരു പ്രോബ്ലവും ഇല്ല. ഇനി ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആഫ്റ്റർ ഹെയർ വാഷ് മാത്രം ചെയ്യാവുള്ളൂ. ഹെയർ നല്ല രീതിക്ക് ഷാമ്പു ചെയ്യുക. അതും നമ്മൾ ഏത് ഷാമ്പു ആണോ യൂസ് ചെയ്യാൻ പോകുന്ന ആഫ്റ്റർ, അത് ആ ഷാമ്പു തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അപ്പൊ ഇപ്പൊ നമ്മൾ ഒരു ഷോപ്പിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവരുടെ തന്നെ ഏതാണ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് അതിന്റെ തന്നെ ഷാമ്പു പ്ലസ് കണ്ടീഷണർ ആയിരിക്കും അവരുടെ കയ്യിലുള്ളത്, അവർ അത് വെച്ച് തന്നെ ചെയ്യത്തുള്ളൂ. അല്ല നിങ്ങളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ അതിന് ശേഷം നിങ്ങൾ വാങ്ങിക്കുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചായിരിക്കുമല്ലോ മേടിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അന്ന് നിങ്ങൾ പ്രൊഡക്റ്റിന്റെ ഒരു ബ്രാൻഡ് അങ്ങനൊന്നും നോക്കണ്ട. പക്ഷെ ഈ ഒരു ആഫ്റ്റർ കെയറിന് നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്ന അതേ സെയിം സാധനം യൂസ് ചെയ്യുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഒട്ടും ചെളി കാണാൻ പാടില്ല, ഒട്ടും എണ്ണ കാണാൻ പാടില്ല തലയിൽ. നല്ല രീതിയിൽ ഷാമ്പു ചെയ്യുക, കണ്ടീഷണർ അപ്ലൈ ചെയ്യുക, നല്ല രീതിയിൽ ഹെയർ ഡ്രയർ വെച്ച് ഹീറ്റ് കൊടുത്ത് തന്നെ മുടി ഉണക്കുക. അതിനുശേഷം നിങ്ങൾ നമ്മുടെ സ്ട്രൈറ്റനിങ് ക്രീം അപ്ലൈ ചെയ്യുക. നമ്മുടെ സ്കാൽപ്പിലും നമ്മളിത് ഇത്രയും വിട്ടിട്ട് വേണം അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല രീതിയിൽ ഫുള്ള് നമ്മുടെ ഹെയറിൽ ഓരോരോ ചെറിയ ചെറിയ സെക്ഷൻ എടുത്തിട്ട് നിങ്ങൾ അതിൽ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക എൻഡ് വരെ. എന്നിട്ട് അത് നമ്മളൊരു 30 മിനിറ്റോ 45 മിനിറ്റോ നമ്മൾ ഹെയർ ടെസ്റ്റ് ചെയ്ത് നോക്കുക. നോർമൽ ഒരു ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ ആയാലും നമുക്കൊരു 30 തൊട്ടും 45 മിനിറ്റ് വരെ നമ്മുടെ ഹെയറിൽ വെച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം നമ്മളത് വാഷ് ചെയ്യുക. വാഷ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, വാഷ് ചെയ്ത് ഫുള്ള് നമ്മുടെ ഹെയറിൽ ഈ ഒരു ക്രീം എല്ലാം പോയതിനു ശേഷം നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യുക. ഷാമ്പു യൂസ് ചെയ്യരുത്, കണ്ടീഷണർ യൂസ് ചെയ്ത് ഹെയർ വാഷ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നമ്മൾ ടവൽ വെച്ചിട്ട് ഡ്രൈ ചെയ്തതിന് ശേഷം ഹെയർ ഡ്രയർ വെച്ചിട്ട് ഹീറ്റ് കൊടുത്ത് തന്നെ ഹെയർ ഡ്രൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ന്യൂട്രലൈസർ അപ്ലൈ ചെയ്യുക. ഏതൊരു ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിലും ഇതാണ് നിങ്ങളുടെ ചെയ്യേണ്ട പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്ത് വരിക. ഈ ന്യൂട്രലൈസർ അപ്ലൈ ചെയ്തിട്ടും നമ്മൾ മുൻപ് എത്രതാണോ ടൈം വെച്ചത് അതേ സെയിം ടൈം തന്നെ ഈ ന്യൂട്രലൈസറും നമ്മുടെ ഹെയറിൽ വെച്ചേക്കുക. നേരത്തെ നമ്മൾ 30 മിനിറ്റ് ആണ് ചെയ്തതെങ്കിൽ അല്ലെങ്കിൽ 20 മിനിറ്റ് വെച്ചെങ്കിൽ 45 മിനിറ്റ് വെച്ചെങ്കിൽ അത് എത്ര ടൈം നമ്മൾ സ്ട്രൈറ്റനിങ് ക്രീം യൂസ് ചെയ്തോ അതേ സെയിം ടൈം തന്നെ ന്യൂട്രലൈസറും യൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ ഹെയർ വാഷ് ചെയ്ത് കളയുക. ഹെയർ വാഷ് ചെയ്യുക. ദെൻ നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഒന്നെങ്കിൽ നിങ്ങൾ സ്പാ പോലെ എന്തെങ്കിലും ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഹെയറിന് കുറച്ച് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് ക്രീം എല്ലാം യൂസ് ചെയ്തതിന് ശേഷം സ്പാ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. നിങ്ങളൊരു സലൂൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഒരു കടയിൽ പോയി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും ഒരു സ്പായും കൂടെ ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം അത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടീഷണർ തന്നെ ഇട്ട്, നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ കണ്ടീഷണർ തന്നെ ഇടുക. ഷാമ്പു ഇടരുത്, കണ്ടീഷണർ തന്നെ ഇട്ടിട്ട് ഹെയർ വാഷ് ചെയ്യുക, നല്ലപോലെ വാഷ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നല്ലപോലെ സ്ട്രൈറ്റനിങ്, അതായത് ഇതിനകത്തൊരു സ്റ്റെപ്പ് വിട്ടുപോയി, മെയിൻ സ്റ്റെപ്പ് ഞാൻ വിട്ടുപോയി. സ്ട്രൈറ്റനിങ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്ട്രൈറ്റനിങ് ക്രീം അപ്ലൈ ചെയ്തിട്ട് ന്യൂട്രലൈസറിന് മുന്നേ നമ്മൾ അയൺ ചെയ്യണം. അതായത് ഹെയർ ഡ്രയർ വെച്ചിട്ട് നല്ല രീതിക്ക് ഹെയർ ഡ്രൈ ആക്കിയതിന് ശേഷം അയൺ ചെയ്ത് കൊടുക്കുക. അത് ഓരോ സ്റ്റെപ്പ് എടുത്തിട്ട് ഇങ്ങനെ തന്നെ അയൺ ചെയ്യുക. അതായത് ഇങ്ങനെ വലിച്ച് വിടാണ്ട് ഒരു സെക്ഷൻ എടുത്തിട്ട് ഇങ്ങനെ തന്നെ അയൺ ചെയ്ത് വിടുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്റ്റേ ചെയ്യും. അതുപോലെ തന്നെ ഗുണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് നേരം ചെയ്യണ്ട. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അതാണ് മെയിൻ സ്റ്റെപ്പ്. ഞാൻ ഒരു പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 2 വീഡിയോ കണ്ട് തരാം. അതിൽ പ്രൊഡക്റ്റിന്റെ വെച്ചിട്ട് ഞാൻ രണ്ട് പ്രൊഡക്റ്റ് വെച്ചിട്ട് ഞാൻ ചെയ്തേക്കുന്നതിന്റെ 2 വീഡിയോ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി അത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഷാമ്പു വാഷ് ചെയ്യുക, കണ്ടീഷണർ ചെയ്യുക, സ്ട്രൈറ്റനിങ് ക്രീം അപ്ലൈ ചെയ്യുക, അതിനുശേഷം അയൺ ചെയ്യുക, അതായത് മുടി ഉണക്കിയതിന് ശേഷം അയൺ ചെയ്യുക, അയൺ ചെയ്തിട്ട് ന്യൂട്രലൈസർ അപ്ലൈ ചെയ്യുക. അതിനുശേഷവും എന്ത് ചെയ്യുക, ഇത് സെയിം ടൈം തന്നെ വെക്കുക. മുന്നേ നമ്മൾ എത്ര ടൈം വെച്ചോ അതേ സമയം തന്നെ വെക്കുക. അതിനുശേഷം നമ്മൾ കണ്ടീഷണർ വെച്ചിട്ട് വാഷ് ചെയ്തിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതോടെ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. എന്തെങ്കിലും ഡൗട്ട്സ് ഞാൻ പറഞ്ഞതിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം.
അപ്പൊ എല്ലാവർക്കും ഡൗട്ട് വരും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാനൊക്കെ തുടങ്ങുമ്പോൾ ഇത് എന്താണ് എങ്ങനെയാണ് ക്ലാരിറ്റി അത്യാവശ്യമാണല്ലോ. അപ്പൊ ആ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് മെയിനായിട്ടും അയൺ ചെയ്യുന്ന കാര്യത്തിലാണ് ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നത്. അത് സ്ട്രൈറ്റനിങ് ക്രീം അപ്ലൈ ചെയ്ത് നമ്മൾ കണ്ടീഷണർ ഇട്ടിട്ട് നമ്മുടെ ഹെയർ വാഷ് ചെയ്ത് ഡ്രയർ വെച്ചിട്ട് ഹെയർ നല്ലപോലെ ഉണക്കിയതിന് ശേഷമാണ് നമ്മൾ അയൺ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അതിനുശേഷം നോർമൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിച്ച സാധനം. പിന്നെ ഷാമ്പു കണ്ടീഷണർ നിങ്ങൾക്ക് ഏതൊക്കെ വേണമെന്നുണ്ട് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ 2-3 എണ്ണം, അതുപോലെ തന്നെ ഈ ക്രീമൊക്കെ ഏതൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെ ബ്രാൻഡിന്റെ നല്ലതാണെന്ന് എനിക്കറിയാവുന്ന പേഴ്സണലി അറിയാവുന്ന സാധനങ്ങൾ ഞാൻ ലിങ്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അതും കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് അത് വാങ്ങിക്കാനും പറ്റും. ഫ്ലിപ്കാർട്ടിൽ നിന്ന് എങ്ങാനും കിട്ടുവാണെന്നുണ്ടെങ്കിൽ ലിങ്കും കൊടുത്തേക്കാം. അപ്പോൾ ഇതാണ് ഞാൻ മെയിനായിട്ടും പറയണം എന്ന് വിചാരിച്ചത്. കുറെ നാളായിട്ട് ഞാൻ ഈ ഒരു സാധനം ചെയ്യണം എന്ന് വിചാരിക്കുവാണ്. പിന്നെ നിങ്ങൾ ഹെയർ സെറം യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ഫ്രിസി ആയിട്ടിരിക്കുന്ന ഒരു ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെയർ സെറം യൂസ് ചെയ്യാം. സ്ട്രീക്സിന്റെ ഒക്കെ ഹെയർ സെറം നല്ലതാണ്. അതിന്റെ ആ ഓറഞ്ച് കളറുള്ള ബോട്ടിലിന്റെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യാറില്ല. പക്ഷെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു സ്മൂത്ത് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട്, ഒരു ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് അതും യൂസ് ചെയ്യാം. പിന്നെ മന്ത്ലി നിങ്ങൾ മസ്റ്റായിട്ട് ഒരു സ്പാ എടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. നിങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യുമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഹെയർ മാസ്ക് ഇപ്പൊ നാച്ചുറൽ ആയിട്ട് DIYs ഒക്കെ ഉണ്ടാക്കി ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുവാണെങ്കിലും നല്ലതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ടോ അല്ലെങ്കിൽ സ്പായിന്റെ പ്രൊഡക്റ്റ് മേടിച്ച് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആക്ച്വലി ഇത് പറയണം എന്ന് ഞാൻ വിചാരിച്ചു. കുറെ ഞാൻ മുന്നേ വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് കുറെ കമന്റ്സ് വന്നതിലും അല്ലെങ്കിൽ ഇപ്പോഴും ആളുകൾ ഡൗട്ട്സ് ഒക്കെ ചോദിക്കുകയും ചെയ്യുന്നത് ഇതിനെ കുറിച്ചൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണ്. സോ അതുകൊണ്ടാണ് എല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. അതുപോലെ പലരും ചോദിക്കാറുണ്ട് ഡ്രയർ ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടോ ഈ ഒരു പ്രോസസ്സിനൊന്നും. പക്ഷേ ഹെയർ ഡ്രയർ അത്യാവശ്യമാണ്. അത്യാവശ്യം എന്ന് വെച്ചാൽ നമുക്ക് ഹെയർ ഡ്രയർ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അതിന് കൊടുക്കുന്ന ഹീറ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. തന്നെയല്ല നമ്മൾ തോർത്തൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ടവലൊക്കെ വെച്ചിട്ട് അതിനെ വാഷ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കുമ്പോഴത്തേനും നമ്മൾ ആ ഒരു ക്രീമൊക്കെ അപ്ലൈ ചെയ്തതിന്റെ അതൊക്കെ കൂടെ അങ്ങ് മിസ്സാവും. അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്ത് ഡ്രയർ അത്യാവശ്യമാണ്. ഡ്രയറും സ്ട്രൈറ്റ്നറും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അഫോർഡബിൾ റേറ്റിലുള്ളത് ഞാൻ അതും ടാഗ് ചെയ്തേക്കാം. സോ നിങ്ങൾ അത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് മേടിച്ചിട്ട് ചെയ്യാം. വളരെ ഈസി ആയിട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ഷോപ്പിലൊക്കെ പോയി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 6000 തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ എങ്ങനെ പോലും നല്ല എമൗണ്ട് ആവും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയല്ല, നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യണം, മുടി കുറച്ചൊന്ന് മാനേജബിൾ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മാക്സിമം ഒരു 4 മണിക്കൂറിന്റെ കാര്യമേ വരത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് ചെയ്തോളൂ. ആരെങ്കിലും ഒരാളുടെ ഹെൽപ്പ് എടുക്കുന്നത് വളരെ നന്നായിരിക്കും. ബാക്കിലൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാൻ കേപ്പബിൾ ആണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാൻ യാതൊരു കുഴപ്പമില്ല. കുറച്ചൊന്നും അടുക്കും, കൈയൊക്കെ ഒന്ന് കിഴക്കും, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വേറെ വീഡിയോ ആയിട്ട് കാണാം. ബൈ.